ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈൻ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അത് വണ്ടി സ്റ്റാർട്ടാവും, ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റ്. അത് വണ്ടി കുറച്ചാൾ ഉപയോഗിക്കാണ്ട് വെച്ചായിരുന്നു, അങ്ങനെ വന്നേക്കണ പ്രോബ്ലമാണ്. നമുക്ക് കാർബറേറ്ററിൻ്റെ ഭാഗത്താണ് ആ കംപ്ലൈൻറ്റ് വന്നേണേ. നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ പെട്രോളൊക്കെ ഇടുന്ന് മെൽറ്റായിട്ട് ഒരു അവസ്ഥയിലാണ് കേട്ടോ. കാർബറേറ്റർ ശരിക്കും പറഞ്ഞാൽ കംപ്ലൈൻ്റ് ആണ്, മൊത്തം പോയി. ഇതാണ് മൊത്തത്തിൽ ഇതേപോലെ പൊടി പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ തന്നെ പെട്രോൾ ഓവർഫ്ലോ കാണിക്കുന്നുണ്ട്. നമുക്കൊരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. കാരണം എന്ന് വെച്ചാൽ 99.9% പ്രതീക്ഷിക്കേണ്ട, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. അപ്പോൾ ഈ ഫ്ലോട്ട് വാൽവ് ഒന്ന് മാറ്റിയിട്ടിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നിലവിൽ കംപ്ലൈൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓവർഫ്ലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫ്ലോട്ട് വാൽവ് അങ്ങനെ തന്നെ അഴിച്ച് മാറ്റി നമുക്ക് റിട്ടേൺ എടുക്കാം. അത് ഇപ്പോഴാണെങ്കിലേ പറ്റുള്ളൂ. ഇനി അതല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ അഴിച്ചെടുക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇപ്പോൾ തന്നെ ആണ് ഈ കംപ്ലൈൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാം. നേരെ മറിച്ച് ഭാഗ്യം പോലെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. 100% ഉറപ്പൊന്നും നമ്മൾ പറയില്ല. കാരണം എന്താ വെച്ചാൽ കാർബറേറ്റർ ഉപയോഗിക്കാതെ വണ്ടി ഉപയോഗിക്കാതെ ഇരുന്നിട്ട് കാർബറേറ്ററിൽ കിടന്നിരുന്ന പെട്രോൾ കിടന്ന് മെൽറ്റായിട്ട് വന്നാണ് പ്രോബ്ലമാണത്. എല്ലാ ജെറ്റുകളും ബ്ലോക്കാണ്, ഫുള്ള് ബ്ലോക്ക് ആയിട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇനിയിപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ ശരിക്കും ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലീനർ എന്തെങ്കിലും നമുക്ക് എടുക്കേണ്ടി വരും. 195 രൂപ ക്ലീനറിന് വരും. പിന്നെ ഈ സ്ലോ ജെറ്റ് എന്ന് പറയുമ്പോൾ ഈ ജെറ്റ് എന്തെങ്കിലും മാറണം. മെയിൻ ജെറ്റ് എങ്ങനെയൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി എടുക്കാം. സ്ലോ ജെറ്റ് ചെറിയ ജെറ്റാണ്, ഇതെന്തെങ്കിലും അടഞ്ഞു പോയേക്കണം, അത് എന്തെങ്കിലും മാറ്റിയിട്ട് വരും. 100 താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരും കേട്ടോ. ഈ ഫ്ലോട്ട് വാൽവ് യൂണിറ്റ് എനിക്ക് തോന്നുന്നു 200 ചില്ലാൻ രൂപയാണ്. 300 താഴെ നമുക്ക് റേറ്റ് വരാം. ഇപ്പം നമുക്കത് മാറ്റി സെറ്റ് ചെയ്ത് നോക്കാം. കൈയോടെ തന്നെ ഓവർഫ്ലോ കാണിക്കുകയാണെങ്കിൽ ഞാനത് അയച്ചെടുത്തോളാം. നേരെ മറിച്ച് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നടപടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ആണ്, വേറെ ഓപ്ഷൻ ഇല്ല, മിസ്സിങ്ങിൻ്റെ പ്രശ്നം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കാർബറേറ്റർ മാറ്റി വയ്ക്കേണ്ടി വരും. ഷൈൻ്റെയാണ്. ഏകദേശം നമുക്കൊരു 5500 രൂപയോളം നമുക്കതിന് കോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. 5000 രൂപ ഏകദേശം കേട്ടോ. കറക്റ്റ് നമുക്ക് അറിയില്ല, കറക്റ്റ് നോക്കണം. എന്തായാലും ഒരു 5000 രൂപ ചുരുങ്ങിയത് എന്തെങ്കിലും വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. ഏകദേശം പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റും പറയാം. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ തരാം കേട്ടോ. എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് തീരുള്ളൂ. ഓക്കെ.